നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ലൂക്കോസ് 16:19 യേശു പറഞ്ഞ ലാസറിന്റെയും ധനവാന്റെയും ഉപമയെ ആസ്പദമാക്കി സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. മരണാനന്തരം. ഇന്നത്തെ ഈ ആധുനിക കാലത്ത് മനുഷ്യൻ ദൈവസ്നേഹം അറിഞ്ഞിട്ടും നിത്യതയെ ഓർക്കാതെ പണത്തിന്റെയും പ്രതാപത്തിന്റെയും പിന്നാലെ ഓടുന്ന കാഴ്ചയാണ് നമുക്ക് ചുറ്റും കാണുന്നത്. ഇതിനെ ആസ്പദമാക്കി അവതരിപ്പിക്കുന്ന സ്കിറ്റ്. യേശു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, പരിശുദ്ധാത്മാവിനെ നൽകുന്നു. അവൻ രാജാതിരാജാവായി വേഗം വരുന്നു. അവനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ. യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഇങ്ങേർക്ക് വേറെ പണിയൊന്നുമില്ലേ? രാവിലെ തൊട്ട് തുടങ്ങിയതാണല്ലോ. മനുഷ്യനൊരു സ്വൈര്യം തരില്ല. കഷ്ടം. ഇതുവരെ നിർത്താറായില്ലേ? വീഡിയോസ് എടുത്ത് ഞങ്ങളൊന്ന് വൈറലാവാൻ നോക്കട്ടെ. നിങ്ങൾ വൈറലാകാൻ നോക്കി ഞാനിപ്പോഴും എയറിലാണ്. പോയിരുന്നു വല്ല പഠിക്കും പിള്ളേരെ. ഇന്നത്തെ കാലത്ത് പഠിച്ചിട്ട് വല്ല കാര്യം ഉണ്ടോന്ന് തോന്നുന്നില്ല. മമ്മി എന്തിയേ? മേക്കപ്പ് ഇട്ടോണ്ടിരിക്കുക. ഈ സമയത്തോ? അത് പിന്നെ ഫോണിന്റെ ഫേസ് ലോക്ക് കഴിക്കാൻ വേണ്ടിയാ. എന്താ മനുഷ്യ? അയ്യോ, എന്താ എന്തോ ഈ മുഖത്ത് വാരി തേച്ചേക്കുന്നത്? ഞാൻ ബ്യൂട്ടീഷ്യനൊന്നും ചെയ്യാറില്ല. ഞങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയ സൗന്ദര്യമായത്. രാവിലെ കഴിച്ച പുട്ടിന്റെ തള്ളി ഇതുവരെ കഴിഞ്ഞില്ലേ? അതെ, നിങ്ങളുടെ അനിയൻ മാത്യു 2-3 വട്ടം ഇവിടെ വന്നിരുന്നു. അവന്റെ മോള് പഠിക്കാൻ പോവുകയല്ലേ, പൈസയ്ക്ക് വേണ്ടിയായിരിക്കും. ആ പാവത്തിനെ ഇട്ട് പറ്റിക്കാതെ എന്തെങ്കിലും കൊടുത്തുകൂടെ? വേറെ പണിയില്ലേ? ആ പൈസയ്ക്ക് എന്തെങ്കിലും ചെയ്തിട്ട് കവലയിൽ 2 ഫ്ലെക്സ് അടിച്ചു വെക്കാം. 4 പേര് കാണുകയെങ്കിലും ചെയ്യുമല്ലോ. അച്ചായ, ഞാൻ വന്ന കാര്യം. ആ, സൂസൻ പറഞ്ഞായിരുന്നു. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനില്ലേ. ശരി അച്ചായ, ഞാൻ ഇറങ്ങട്ടെ. അച്ചായോ, എന്തോ പറയുന്നു? ഞാൻ നിങ്ങളെ നോക്കിയിരിക്കുകയായിരുന്നു. എന്തായി എന്റെ പുതിയ ബെൻസിന്റെ കാര്യം? അതിന്റെ കാര്യം പറയാനാ ഞാൻ വന്നത്. അത് അടുത്ത ആഴ്ച തന്നെ കിട്ടും. നിങ്ങൾ ഇരിക്കെ, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. പുള്ളിക്കാരന് പണം ഉണ്ടെന്നേ ഉള്ളൂ, ബുദ്ധിയില്ല. മിണ്ടായിരടാ. ഈ കിട്ടുന്ന കമ്മീഷൻ കൊണ്ട് നമുക്ക് അടുത്ത 3 മാസം സുഖമായിട്ട് ജീവിക്കാം. ആന്റി, പിള്ളേരും എന്തിയേ? പിള്ളേരൊക്കെ എവിടാ പഠിക്കുന്നേ? പഠിക്കുന്ന വലിയേതോ സ്ഥലത്താണ്. ആ, പഠിക്കുന്നുണ്ടല്ലോ, അത് മതി. അപ്പൊ അടുത്ത ആഴ്ച വണ്ടി എത്തും. എന്നിട്ട് വേണം ഈ കാട്ടുമുക്കിലൂടെ ബെൻസിലൊന്ന് വിലസാൻ. എന്തിനാ മനുഷ്യ ഇത്ര അഹങ്കരിക്കുന്നേ? തമ്പുരാൻ മേളെ ഇരുന്ന് എല്ലാം കാണുന്നുണ്ട്. നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. ധാന്യം, ധനം, ലാഭം, കീർത്തി ആ നഷ്ടമാകും. മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. മനുഷ്യന്റെ പ്രതീക്ഷകളൊക്കെ തച്ചുടച്ചുകൊണ്ട് നനച്ചറിയാത്ത നിമിഷത്തിൽ പടർന്നുപിടിച്ച മഹാവ്യാധികൾ, പ്രകൃതിക്ഷോഭങ്ങൾ മൂലം
അനേകർ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. മരണശേഷം അവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. നരകവാസമെങ്ങനെയോ ഞാനതറിഞ്ഞില്ലേ, ദൈവമൊരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ. നരകവാസമെങ്ങനെയോ ഞാനതറിഞ്ഞില്ലേ, ദൈവമൊരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ. എന്തു വിധി ഇത്! ഇതെന്ത് ചൊറിച്ചില്ല! ഈ പുഴുവൊക്കെ എങ്ങോട്ടാണ് കയറിപ്പോകുന്നത്? എന്റെ കൈയൊന്നും വിട്ടേ, ഞാനൊന്ന് ചൊറിയട്ടെ. അല്ല, ഇതാരായിരിക്കുന്നേ? നമ്മുടെ ജോണി പാസ്റ്റർ അല്ലേ? ഇങ്ങേരെങ്ങനെ സ്വർഗത്തിൽ കയറിപ്പറ്റി? എന്റെ വീട്ടുപിടിക്കൽ നിന്ന ആളല്ലേ? ഇനി വല്ല കാശ് കൊടുത്ത് കയറിയതാണോ? അറിഞ്ഞിരുന്നെങ്കിൽ ഈ പുഴുകടികളല്ലാതെ അവിടെ പോകാറുണ്ട്. ഒരു നാൾ ഞാൻ കരുതി ധനത്താൽ നേടാൻ സ്വർഗീയവാസമെന്ന്. ഒരു നാൾ ഞാൻ കരുതി ധനത്താൽ നേടാൻ സ്വർഗീയവാസമെന്ന്. അയ്യോ എൻ കൂട്ടരെ, സുവിശേഷ ഘോഷണം വെറുമൊരു പൊളിയെന്ന് ഞാൻ കരുതി. അയ്യോ എൻ കൂട്ടരെ, സുവിശേഷ ഘോഷണം വെറുമൊരു പൊളിയെന്ന് ഞാൻ കരുതി. നാട്ടുകാരെ കാണിക്കാൻ പള്ളി പോയിട്ട് ദൈവവചനം കേൾക്കാതെ ഇരുന്നുറങ്ങിയതല്ലേ? നിങ്ങൾക്ക് വചനം അറിയുമോ? നിന്നേക്കാൾ നന്നായി ദൈവവചനം അറിയാം. അബ്രഹാം പിതാവേ, ദാഹിച്ചിട്ട് തൊണ്ട പറ്റുന്നു. ആ ജോണി പാസ്റ്ററിന്റെ കയ്യിലെ കുറച്ച് വെള്ളം തരാമോ? മാർട്ടിനെ, നീ ഭൂമിയിലായിരുന്നപ്പോ നശ്വരമായ ലോകത്തിന്റെ മോഹങ്ങൾക്ക് പിന്നാലെ പാഞ്ഞു. ദൈവ തേജസ് നഷ്ടമാക്കിയതിന്റെ അനന്തരഫലമാണ് അനുഭവിക്കുന്നത്. പിതാവേ, എന്റെ 2 മക്കളും ഭൂമിയിൽ ഫോണും തോണ്ടിയിരിക്കുക. അവർക്കെങ്കിലും എന്റെ ഗതി വരാതിരിക്കാൻ ഒരു ദൂതനെ അയച്ച് ഉപദേശിക്കാമോ? എത്രയോ കാലങ്ങളിൽ പാവപ്പെട്ട ദേവദാസന്മാർ പട്ടിണി കിടന്നും കഷ്ടത സഹിച്ചും ക്രൂശിലെ സ്നേഹം അറിയിക്കുമ്പോൾ അത് കൈക്കൊള്ളാതെ പാപത്തിന്റെ പിന്നാലെ പോയിട്ട് ഇപ്പോൾ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴും ഭൂമിയിൽ അനേക ദേവദാസന്മാർ ദൈവസ്നേഹത്തെപ്പറ്റിയും ക്രിസ്തുവിന്റെ 2ാം വരവിനെയും നിത്യതയെപ്പറ്റിയും പ്രസംഗിക്കുന്നു. നിന്റെ മക്കൾ ഉൾപ്പെടുന്ന ഈ തലമുറ അതിന് ചെവി കൊടുക്കാതെ ലോകത്തിന്റെ മോഹങ്ങളിൽ മുഴുകിയിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് ദൈവീയ കൽപ്പനകളെ അനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വിശുദ്ധ ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമാകൂ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. സുവിശേഷ ഘോഷണം നാടെന്നും കേൾക്കുമ്പോൾ വയറ്റിപ്പിഴപ്പെന്നു കരുതി. സുവിശേഷ ഘോഷണം നാടെന്നും കേൾക്കുമ്പോൾ വയറ്റിപ്പിഴപ്പെന്നു കരുതി. പുഴുകടിക്കുന്നേ, ദേഹം പൊള്ളുന്നേ, ഇനിയൊരു മോചനമില്ലേ. പുഴുകടിക്കുന്നേ, ദേഹം പൊള്ളുന്നേ, ഇനിയൊരു മോചനമില്ലേ.